ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആഗമനകാലം 3-ാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടെ ആരംഭിക്കട്ടെ. ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ റൂഫസും സോസിമോസും രക്തസാക്ഷികളെയാണ് ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്നത്. അവരെക്കുറിച്ച് വിശുദ്ധ പോളികാർപ്പ് ഇപ്രകാരം പറയുന്നുണ്ട്: അവർ വ്യഥ അല്ല, വിശ്വാസത്തോടും നീതിയോടും കൂടിയാണ് ഓടിയത്. കർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സമ്മാനം വാങ്ങാൻ അവർ പോയി. അവിടത്തോടുകൂടെ അവർ സഹിച്ചു. അവർ ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളെയല്ല, നമുക്ക് വേണ്ടി മരിക്കുകയും ദൈവം ഉയർപ്പിക്കുകയും ചെയ്തവനെയാണ് സ്നേഹിച്ചത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ മല്ലരംഗത്ത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകിയപ്പോഴും രണ്ടുപേരും ആനന്ദം കൊണ്ടു. അതെ, ഇത് സഹനത്തിൻ്റെ വലിയ മാതൃക. ഈ കഴിഞ്ഞ ഡിസംബർ 11 പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഘാനയിലെ കിഴക്കൻ വോൾട്ട മേഖലയിലെ എൻക്വാൻറ്റയിൽ 3 ഇന്ത്യൻ കപ്പൂച്ചൻ വൈദികർക്ക് ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്നു. ക്രിസ്തുവിനെ പ്രതി 2005 മുതൽ ഘാനയിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന ഫാദർ റോബിൻസൺ മെൽക്കിസ്, ഫാദർ ഫ്രാങ്ക് ഹെൻറി ജേക്കബ്, ഫാദർ മാർട്ടിൻ ജോർജ് എന്നീ വൈദികർക്കാണ് ആക്രമണം ഉണ്ടായത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാനുള്ള കരുത്ത് വന്യമൃഗങ്ങൾക്ക് ആഹാരമായി എറിഞ്ഞു കൊടുക്കപ്പെട്ട വിശുദ്ധ റൂഫസും സോസിമോസും നമ്മെ പഠിപ്പിക്കുന്നു. വിചിന്തനത്തിലേക്ക്. 1-ാം വായന ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. 23-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനം നിരാശയുടെ നടുവിൽ പ്രത്യാശയുടെ കിരണം തെളിയിച്ച് നിൽക്കുന്ന ഭാഗമാണ്. അത് ആരംഭിക്കുന്നത് തന്നെ ഭരണാധിപന്മാർക്ക് എതിരെയുള്ള ശാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. അതിനുശേഷം കർത്താവ് പ്രത്യാശയുടെ വചനങ്ങൾ ഉരുവിടുകയാണ്. പുതിയ ഇടയന്മാരെ നിയമിക്കുമെന്നും പറയുന്നു. ഈ മാറ്റം 3 വിഭാഗത്തെ കുറിക്കുന്നതാണ്. ഒന്നാമതായി ജനങ്ങളെ, രണ്ടാമതായി അധികാരികളെ, മൂന്നാമത് യഹോവയായ ദൈവത്തെ. അതുപോലെ ചരിത്രത്തിലെ 3 സംഭവങ്ങളും അതിലൂടെ ഉളവായ പ്രത്യാശയും ഈ വചനഭാഗം വിളിച്ചു പറയുന്നുണ്ട്. ഒന്നാമതായി ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23:3 കാണുന്നു: അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അത് പൂർവ്വ പിതാക്കന്മാരുടെ കാലഘട്ടത്തെയും വാഗ്ദാനത്തെയും അനുസ്മരിപ്പിക്കുകയാണ്. രണ്ടാമത് 23-ാം അധ്യായം 5-ാം വാക്യത്തിലെ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ ദാവീദ് രാജാവിൻ്റെ ആദ്യ ഭരണവർഷത്തിൽ അനുഭവിച്ച പ്രത്യാശയുടെ പ്രഭാതത്തെക്കുറിച്ചും നല്ല ഭരണ സംവിധാനത്തെക്കുറിച്ചുമാണ്. മൂന്നാമത് ഇസ്രായേൽക്കാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച യഹോവയായ ദൈവത്തെ വാക്യം 7-ലും 8-ലും കാണുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ വർദ്ധിച്ചു പെരുകുന്നു. നല്ല ഭരണാധികാരികളാൽ നയിക്കപ്പെട്ട് യഹോവയായ ദൈവം നൽകുന്ന സന്തോഷത്തിലായിരിക്കുന്ന അവസ്ഥയാണ് 1-ാം വായന വരച്ചു കാട്ടുന്നത്. സംഭവം പറയട്ടെ. വിശുദ്ധ ക്ലാര ദേവാലയ നിർമ്മാണ പണി തുടങ്ങുമ്പോൾ തൻ്റെ കയ്യിലെ 5 ഷെല്ലിംഗ് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് ഇതുകൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും കളിയാക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ക്ലാര പറയുന്നു, 5 ഷെല്ലിങ്ങും പിന്നെ ദൈവവും ആകുമ്പോൾ പള്ളി നിർമ്മാണം നടക്കുമെന്ന്. ഈയിടെ ട്രംപ് പറഞ്ഞത് ഓർക്കേണ്ട സമയമാണിത്. കയ്യിൽ ബൈബിൾ വേണമെന്ന് പറഞ്ഞ ട്രംപ് ദൈവമാണ് നമ്മുടെ പ്രത്യാശയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് 1-ാം വായനയുടെ വലിയ സന്ദേശം. സങ്കീർത്തനം 72-ലും ദൈവം നൽകുന്ന നീതി തഴച്ചു വളരുന്നതായി കാണുന്നുണ്ട്. ആ പ്രമേയമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ശാലോം എന്ന സമൃദ്ധിയുടെ വാക്കിന് മേന്മയെന്നും നല്ല ആരോഗ്യമെന്നും സമാധാനമെന്നും അർത്ഥം കാണുന്നുണ്ട്. അത് കർത്താവിൻ്റെ നീതിയായി പരിണമിക്കുന്നു എന്നതും വരച്ചു കാട്ടുന്നു. സുവിശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1:18 അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടുവെന്ന വചനവും 1:20 അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന വചനവും ഈശോയുടെ കന്യകാ ജനനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ അസാധാരണമായ കന്യക ഗർഭധാരണം സൂചിപ്പിക്കുന്നത് ഈശോ ദൈവപുത്രനാണ് എന്നാണ്. യഹൂദരുടെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് സത്യം വെളിപ്പെടുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവിനാൽ ജാതനായ യേശു സത്യത്തിന് സാക്ഷ്യം വഹിക്കും. ദൈവമാണ് സത്യം, സത്യം സ്നേഹവുമാണ്. സ്നേഹം മനുഷ്യരൂപം പ്രാപിച്ചതാണ് മനുഷ്യാവതാരം. പ്രപഞ്ച സൃഷ്ടാവും ജീവദായകനുമാണ് പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം 1:2
ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. ജോബ് 33:4 ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 104:30 നാം വായിക്കുന്നു, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ശക്തിയെ വിളിച്ചോതുന്നുണ്ട്. ദൈവിക ശക്തിയുടെ ഇടപെടൽ ശരിക്കും മനസ്സിലാക്കാൻ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രഹാം ലിങ്കൺ യുദ്ധത്തിലേർപ്പെട്ടിരുന്ന കാലം സൈന്യാധിപൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നാം തീർച്ചയായും ജയിക്കും, കാരണം ദൈവം നമ്മുടെ പക്ഷത്താണ്. ലിങ്കൺ മറുപടി പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്താണ് എന്നുള്ളതിൽ തെല്ലും എനിക്ക് സംശയമില്ല. എന്നാൽ നാം ദൈവത്തിൻ്റെ പക്ഷത്താണോ? ഇത് ആഴത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നാണ്. നാം ദൈവത്തിൻ്റെ കൂടെയാണോ എന്നതാണ് വായനകളുടെ എല്ലാം പ്രമേയം. ഈ ചിന്തയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.